ഇന്ത്യയും റഷ്യയും ചൈനയുടെ പക്ഷത്തായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ്. ഒന്നിച്ച് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് പരിഹാസം. ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷമുള്ള US പ്രസിഡന്റിന്റെ ആദ്യ പ്രതികരണമാണിത്. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എങ്ങനെയായിരിക്കും ട്രംപിന്റെ പ്രതികരണം എന്നുള്ളത് ഉറ്റുനോക്കുക തന്നെയായിരുന്നു ലോകമാകെയും എന്ന് തന്നെ പറയാം. കാരണം ഈ തരത്തിൽ ഒരു വേദി പങ്കെടുത്ത ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ഡൊണാൾഡ് ട്രംപ് തന്റെ അനൌദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇരുണ്ട ദുരൂഹമായ ചൈനയിലേക്ക് ഇന്ത്യയും റഷ്യയും വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പരിഹാസം. മൂന്ന് പേരും കൂടെ ചേർന്ന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നുള്ളൊരു പരിഹാസമാണ് ഇപ്പോൾ ട്രംപ് തന്റെ ഹാൻഡിലൂടെ പങ്കുവെക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷമുള്ള ട്രംപിന്റെ ആദ്യത്തെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തൽ കൂടിയാണ്. ഇന്ത്യയും റഷ്യയും ചൈനയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ വിലയിരുത്തൽ. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വലിയ തോതിൽ തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മ ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഇപ്പോൾ 8-ാം തീയതി വീണ്ടും ഈ ബ്രിക്സ് ഉച്ചകോടിയല്ല ബ്രിക്സ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ചേരുന്നത്. അതിൽ വിദേശമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്നുള്ള പ്രാദേശിക കൂട്ടായ്മ സജീവമാക്കാനും ശക്തമാക്കാനുമാണ് ബ്രിക്സും കൂടി ഇപ്പോൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയെ